ഓം നമോ നാരായണായ. മണ്ണിനു വേണ്ടി ഭൂമി കുഴിച്ചപ്പോൾ നിധി കിട്ടിയതുപോലെയാണ് സുഗ്രീവന് തോന്നിയത്. തികച്ചും ലൗകികമായ കാര്യത്തിനു വേണ്ടിയാണ് സുഗ്രീവൻ ശ്രീരാമനെ കാണുന്നത്. പക്ഷേ ശ്രീരാമൻ ആരെന്നറിഞ്ഞതോടെ മോക്ഷ കവാടങ്ങൾ തുറന്നു കിട്ടുകയാണുണ്ടായത്. ധർമ്മം, ദാനം, വ്രതാനുഷ്ഠാനം, തപസ്, കാമപൂർത്തി, യാഗം മുതലായവ കൊണ്ട് സംസാരനാശനം വന്നുചേരുകയില്ല. ഭക്തിയെ അതിന് ഉതകുകയുള്ളൂ. ഭഗവാന്റെ കൃപാബലം മൂലമാണ് ഭഗവാന്റെ പാദകമലങ്ങൾ കാണാനിടയായത്. ഏതൊരാളിന് തൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നു, അയാൾക്ക് അനർത്ഥ കാരണമായ അജ്ഞാനം നീങ്ങിക്കിട്ടും. മനസ്സ് ഈശ്വരനിൽ ഏകാഗ്രമായി ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാമ രാമ എന്ന മന്ത്രം ചൊല്ലിയാൽ മതി നല്ലവനായും വിശുദ്ധനായും മാറാൻ. മദ്യപാനിയായാലും ബ്രാഹ്മണ ഘാതകനായാലും രാമനാമ ജപത്തിലൂടെ വേഗത്തിൽ വിമുക്തനാകാൻ സാധിക്കും. ശത്രുവിനെ ജയിക്കാനോ ഭാര്യാസുഖം നുകരാനോ തനിക്ക് ആഗ്രഹമില്ല. മോക്ഷമാണ് ഏക ലക്ഷ്യം. വ്യാപ്തം ആനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹം ആഹന്ത ഭാഗ്യബലോദയാൽ. മണ്ണിനായൂഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാന വ്രത തീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും ഒന്നുകൂടാ ബഹു സംസാരനാശനം. നിർണയം ത്വൽപാദഭക്തി കൊണ്ടെന്നിയേ. ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലും എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിടും അജ്ഞാനമനർത്ഥകം. ചിത്തം ഭവാങ്കലുറയ്ക്കായിലുമതി ഭക്തിയോടെ രാമ രാമേതി സാദരം ചൊല്ലുന്നവന്നു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റും വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ. ശത്രുജയത്തിലും ധാരാസുഖത്തിലും ചിത്തേയൊരാഗ്രഹം ഇല്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ.